ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് നമുക്ക് വീണ്ടും മറ്റൊരു മൂവി പരിചയപ്പെട്ടാലോ? നല്ലൊരു വെറൈറ്റി തീമുള്ള ത്രൂ ഔട്ട് എന്റർടൈനിങ് ആയ നിറയെ ത്രില്ലിംഗ് ആൻഡ് ഫണ്ണി മൊമെന്റ്സ് ഒക്കെ ഉള്ള ഒരു ഫിലിം. നിങ്ങൾ വേഗം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുമ്പോഴേക്ക് നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഫിലിം 2019 റിലീസായത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ആദ്യമേ തന്നെ പ്ലോട്ട് വളരെ ലൈറ്റ് ആയിട്ടൊന്ന് പറഞ്ഞു തുടങ്ങാം. ഒരു പെൺകുട്ടി അവൾക്ക് ഇഷ്ടപ്പെട്ട അവൾ തന്നെ കണ്ടുപിടിച്ച ഒരു പയ്യനെ കല്യാണം കഴിക്കുവാണ്. ഈ കെട്ടുന്ന ചെക്കൻ വളരെ റിച്ച് ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ ഒക്കെ ആയ ലേ ഡൊമാസ് എന്നൊരു ഫാമിലിയിലാണ്. നല്ല തങ്കപ്പെട്ട ഫാമിലി. അപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് അന്നത്തെ ആ രാത്രി ഈ ഫാമിലിക്ക് ഒരു ട്രഡീഷൻ ഉണ്ട്. വരുന്നില്ല, ജസ്റ്റ് ഏതുമില്ലാത്ത ഒരു ഗെയിം, ഒരു കാർഡ് ഗെയിം. അപ്പോൾ അത് ജസ്റ്റ് ഒരു ബിഗിനിങ് ആണ്. ശരിക്കും ഇത് വർക്ക് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ, ഈ കാർഡ് ഗെയിം ഇവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള മെയിൻ ഗെയിം തിരഞ്ഞെടുക്കാൻ വേണ്ടി മാത്രം ഉള്ളതാണ്. ആൻഡ് അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഗെയിംസിൽ ചിലത് ഈസി ആയിരിക്കും, ചിലത് ടഫ് ആവാം, വേറെ ചിലതെന്ന് പറയുമ്പോൾ അതിലൊരെണ്ണം നമ്മൾ ഈ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കില്ലേ, ഇത് ഇവരുടെ ഒരു ട്രഡീഷന്റെ ഭാഗമായിട്ട് കുറച്ചൊന്ന് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഹൈഡ് ആൻഡ് സീക്ക് ആണ്. ആൻഡ് ആസ് എക്സ്പെക്റ്റഡ് നമ്മുടെ നായിക ബോർഡ് ഗെയിം വഴി സെലക്ട് ചെയ്തതും ഈ ഹൈഡ് ആൻഡ് സീക്ക് തന്നെയാണ്. അത് പിന്നെ അങ്ങനെയല്ലേ വരും, അങ്ങനെയല്ലേ സംഭവിക്കും. അപ്പോൾ പുതിയതായിട്ട് കല്യാണം കഴിച്ച് കുടുംബത്തിലേക്ക് വരുന്ന ആരാണോ അവരാണ് ഈ ഗെയിമിലെ മെയിൻ പ്ലെയർ. നമ്മൾ ഒളിച്ചു കളിക്കുമ്പോൾ എങ്ങനെയാ, എല്ലാവരും ഒളിക്കും, ഒരാൾ എണ്ണി കഴിഞ്ഞിട്ട് ഒളിച്ചിരിക്കുന്ന എല്ലാവരെയും കണ്ടുപിടിക്കണം അല്ലെ. ഇവിടെ ജസ്റ്റ് റിവേഴ്സ് ആണ്. ഈ മെയിൻ പ്ലെയർ, അതായത് ഫാമിലിയിലെ ന്യൂ മെമ്പർ ആയിട്ട് വന്ന ആള് ഒളിക്കണം, ബാക്കി എല്ലാവരും ചേർന്ന് കണ്ടുപിടിക്കും. ഇത്രേ ഉള്ളൂ. ആക്ച്വലി സിനിമ ഇത്രേ ഉള്ളൂ. നമ്മുടെ ഈ പെൺകുട്ടി ഒളിക്കും, ബാക്കി എല്ലാവരും ചേർന്ന് കണ്ടുപിടിക്കാൻ നോക്കണം. എന്ത് സിമ്പിൾ പ്ലോട്ട് ആണ് അല്ലേ. ഇങ്ങനൊരു ഫിലിം കാണാനായിട്ട് സമയം കളയണോ? പ്ലോട്ട് സിമ്പിൾ ആണ്, ഗെയിം പെട്ടെന്ന് പറയുമ്പോൾ സിമ്പിൾ ആണ്. പക്ഷേ ഈ സിനിമ അതൊട്ട് സിമ്പിൾ അല്ല, കൊടൂരമാണ്, കൊടൂര്. വെറും 95 മിനിറ്റ്സ് മാത്രം ലെങ്ത് ഉള്ളൊരു ഫിലിം. പക്ഷെ അതിലാദ്യം ഈ ക്യാരക്ടേഴ്സിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഈ ഗെയിമിനെ പറ്റി ഒന്ന് പറഞ്ഞു തരാനും എടുക്കുന്ന സമയം, അത് അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ പടം തീരുന്നവരെ ശരിക്കും ഒരു റോളർ കോസ്റ്റർ റൈഡാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. പടത്തിന്റെ പേര് റെഡി ഓർ നോട്ട്. നല്ല ലക്ഷണമൊത്ത ഒരു ബ്ലാക്ക് കോമഡി ഹൊറർ ഫിലിം. പടത്തിലെ മെയിൻ ക്യാരക്ടറായ ബ്രൈഡിന്റെ റോള് ചെയ്തേക്കുന്നത് സമാര വീവിംഗ് എന്ന ഓസ്ട്രേലിയൻ ആക്ട്രസ് ആണ്. പുള്ളിക്കാരിക്ക് വളരെ അപ്രീസിയേഷൻ മേടിച്ചു കൊടുത്ത ഒരു ക്യാരക്ടറാണ് ഈ ഫിലിമിലേത്. മേടിച്ചു കൊടുത്തു എന്നല്ല, പുള്ളിക്കാരുടെ ആ ഒരു അപാര പെർഫോമൻസ് കൊണ്ട് അപ്രീസിയേഷൻ പിടിച്ചു വാങ്ങി എന്ന് വേണം പറയാൻ. അത് ഫിലിം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾ ഈ ഫിലിം കാണുന്നത് തന്നെ സമാര അഭിനയിച്ച മറ്റൊരു ഫിലിം കണ്ട് അവരുടെ പെർഫോമൻസ് ഇഷ്ടപ്പെടുകയും അവരുടെ മറ്റു ഫിലിംസ് ഏതൊക്കെയാ എന്ന് അന്വേഷിക്കുകയും ചെയ്തപ്പോഴാണ്. അപ്പോൾ റെഡി ഓർ നോട്ട് ബേസിക് പ്ലോട്ട് നമ്മൾ പറഞ്ഞല്ലോ, ആൻഡ് ഡാർക്ക് കോമഡി ഹൊറർ ഫിലിം ആണെന്നും കണ്ടു. ഒരു ഫാമിലിയെയും അവരൊരു ട്രഡീഷൻ അല്ലെങ്കിൽ റിച്വൽ പോലെ കൊണ്ടുപോകുന്ന ഒരു ഗെയിം ബേസ് ചെയ്ത് പോകുന്ന സ്റ്റോറി ആയതുകൊണ്ട് തന്നെ അവരത് എന്തുകൊണ്ട് അങ്ങനെ കാണുന്നു എന്നതിനൊക്കെയുള്ള റീസൺ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ഒട്ടും ബോർ എടുപ്പിക്കാതെ, അതിനായിട്ട് ഒത്തിരി ടൈം കളയാതെ, എന്നാൽ നമുക്ക് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നല്ലപോലെ തന്നെ പിടികിട്ടുന്ന രീതിയിൽ മനസ്സിലാക്കി തരുന്നുണ്ട് ഫിലിമിൽ. ആൻഡ് ആ ഒരു ആംഗിൾ ഒരു അല്പ ഫാന്റസിയോട് ചേർന്നതാണ്. നിങ്ങൾ ഫിലിം കാണാൻ തീരുമാനിക്കുമ്പോൾ അതുകൂടെ മനസ്സിൽ വെച്ച് വേണം കാണാൻ. ശരി, റിച്ച് ഫാമിലി എന്ന് പറഞ്ഞല്ലോ. റിച്ച് എന്ന് പറഞ്ഞാൽ അംബാനിയോളൊന്നും അല്ല, അംബാനിയേക്കാൾ. അപ്പോൾ അവരുടെ രീതികൾ ഊഹിക്കാലോ, വളരെയധികം ഡിഫറെന്റ് ആണ്. നമ്മുടെ ബ്രൈഡും ചെക്കനും കഴിഞ്ഞ സിനിമയിലെ ബാക്കി ക്യാരക്ടേഴ്സ് ഒക്കെ തന്നെ ഈ ഫാമിലിയിലെ മെമ്പേഴ്സും ജോലിക്കാരും ഒക്കെയാണ്. ആൻഡ് സിനിമ നടക്കുന്നതും അവരുടെ മാൻഷനിൽ വെച്ചാണ്. ആ മാൻഷന് തന്നെ ഇതിലൊരു വലിയ റോൾ ഉണ്ടെന്ന് പറയാം. ബിക്കോസ് കളിക്കുന്നത് ഹൈഡ് ആൻഡ് സീക്ക് ആണല്ലോ, അതും എന്തും ആർക്ക് എപ്പോ വേണോ സംഭവിക്കാം എന്നുള്ള രീതിയിൽ. അപ്പൊ നായികയ്ക്ക് ഒളിക്കാനാണേലും അവർക്ക് അവളെ കണ്ടുപിടിക്കാനാണേലും ഈ പടുകൂറ്റൻ ബംഗ്ലാവ് മുഴുവൻ ഓടി നടക്കേണ്ടി വരും. നമ്മൾ അത് മുഴുവൻ കാണുകയും ചെയ്യും. വയലൻസ് വേണ്ടുവോളവും വേണ്ടതിലധികവും ഒക്കെയുള്ള, അത് വളരെ സ്പ്ലാഷി ആയിട്ട് തന്നെ കാണിക്കുന്ന ഒരു ഫിലിമാണിത്. പക്ഷെ ഹ്യൂമർ എലമെന്റ് ആണ് കൂടുതൽ. സോ നമുക്കൊരു ട്രോമയൊന്നും ഉണ്ടാക്കുന്ന രീതിയിലല്ല, ത്രില്ല് അടുപ്പിക്കുകയും മുൾമുനയിൽ നിർത്തുകയും ഒക്കെ ചെയ്യുന്ന മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തരം വയലൻസ് സീൻസ് ആണ്. ഒരു ഗോർ ലെവലിലേക്ക് പോകുന്നതായിട്ട് പറയാൻ പറ്റില്ല. സോ ആ ഒരു ബുദ്ധിമുട്ട് വിചാരിച്ച് സ്കിപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ഡാർക്ക് കോമഡി മൂവി, തങ്കപ്പെട്ട കുടുംബം, കാർഡ് ഗെയിം, വയലൻസ് ഒന്നും അങ്ങോട്ട് ചേരുന്നില്ല അല്ലേ? അതെ, ചേരില്ല. പക്ഷെ സിനിമ കണ്ടിട്ടുള്ള ഞങ്ങളുടെ എക്സൈറ്റ്മെന്റ് പരമാവധി മൂടി വെച്ച് ഇനി കണ്ടേക്കാവുന്ന നിങ്ങളോട് ആ ഒരു എക്സ്പീരിയൻസ് ഒട്ടും സ്പോയിൽ ചെയ്യാതെ ഇതിനെ പറ്റി പറയണേ, ഇങ്ങനെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാനേ വകുപ്പുള്ളൂ. കൃത്യമായിട്ട് എങ്ങനെയൊക്കെയാണ് സിനിമയിൽ കാര്യങ്ങൾ നടക്കുന്നത് എന്നറിയാൻ എത്രയും പെട്ടെന്ന് നിങ്ങൾ കണ്ടു നോക്കൂ റെഡി ഓർ നോട്ട്. സിനിമയൊക്കെ കഴിഞ്ഞ് അത് എൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഷോട്ട് ഉണ്ട്. ആ മുഴുവൻ സിനിമയും കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ഇമോഷൻ കൂടെ സൂചിപ്പിക്കുന്ന ആ ഒരു ഇൻസിഡൻസിലൂടെ മുഴുവൻ ട്രാവൽ ചെയ്ത് വന്ന എല്ലാ ഇന്റൻസിറ്റിക്കും ഒരു പ്രോപ്പർ പേ ഓഫ് ആയിട്ടുള്ള ഒരു ഷോട്ട്. അത് തരുന്ന സെൻസേഷൻ അത് വേറെ തന്നെയാണ്.
നിങ്ങൾ ഈ ഫിലിം ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് കമന്റ് ചെയ്യൂ. അന്നേരം ആ ഒരു എൻഡിങ്ങിനെ പറ്റി നിങ്ങൾക്ക് എന്ത് തോന്നി എന്ന് കൂടെ ഉറപ്പായിട്ടും പറയണം. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.